ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. ഇത് കള്ളമാണ്, ഇത് സത്യമല്ല. കാരണം സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ ആളുകൾക്ക് കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ 98% ആളുകൾ അവർ കണ്ട സ്വപ്നങ്ങൾ നേടാതെ ഭൂമി വിട്ട് പോകേണ്ടി വരില്ലായിരുന്നു. തിരിച്ചറിയേണ്ടത്, സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഏതാണ്ട് 2% മാത്രമാണ് ഈ ലോകത്തിലുള്ളത്. ബാക്കിയുള്ളൊരു സ്വപ്നങ്ങൾ കാണും, അതിനുശേഷം മറ്റു സ്വപ്നങ്ങൾ കാണും. ഇങ്ങനെ കുറെ സ്വപ്നങ്ങൾ കണ്ട് ഏതിൻ്റെയൊക്കെയോ പിറകെ നടന്ന് അവസാനം ഒന്നും നേടാതെ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാതെ ഇവിടെ നിന്നും പോകേണ്ടി വരും. അങ്ങനെ ആയി പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം ഒരു സ്വപ്നത്തിന് ജീവൻ വെക്കുന്നത് ആ സ്വപ്നത്തോടൊപ്പം ഒരു എനർജി കൂടി ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അത്തരത്തിലൊരു എനർജി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സ്വപ്നത്തിന് മേലൊരു കൺട്രോൾ വേണം. ഫോക്കസ്ഡ് ആയി ആ സ്വപ്നത്തെ പ്ലേസ് ചെയ്യാൻ കഴിയണം. ഈ ലോകത്തിലെ ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ സ്വപ്നങ്ങളുള്ള വ്യക്തികളിൽ 5% ആളുകൾ മാത്രമാണ് തന്റെ സ്വപ്നത്തെ ഒരു ലക്ഷ്യമാക്കി മാറ്റുന്നത്. അതിൽ 2% ആളുകളാണ് ഇത് എഴുതി വെക്കുന്നത്. അപ്പൊ തിരിച്ചറിയുക, നമുക്കും ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, റൈറ്റ് ഡൗൺ. എഴുതി വെക്കാൻ തയ്യാറാവുക. കാരണം ആയിരക്കണക്കിന് ചിന്തകളാണ് നിങ്ങളുടെ തലച്ചോറിലൂടെ പൊക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ ചിന്തകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുന്നത് മറ്റ് ചിന്തകൾ വരുമ്പോ മറഞ്ഞു പോകും. ഇങ്ങനെ മറഞ്ഞു പോകാതിരിക്കാൻ അത് എഴുതി വെക്കുക. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് എഴുതി വെക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ആ ഒരു മഹത്തായ ആ ഒരു വലിയ സ്വപ്നം എന്താണ്. അത് കടമില്ലാത്ത ഒരു രാത്രിയാണെങ്കിൽ അത് എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് വേണ്ട ഒരു കാറ് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് എഴുതി വെക്കുക. എന്താണോ നിങ്ങളുടെ ആ സ്വപ്നം, അതിനെ എഴുതി വെക്കാൻ തയ്യാറാവുക. 2, ക്രിയേറ്റ് ആൻ ആക്ഷൻ പ്ലാൻ. വലിയ സ്വപ്നങ്ങളും യാതൊരു പ്രവൃത്തിയില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. കാണുന്ന സ്വപ്നത്തിന് അനുസൃതമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. 1, 2, 3, 4 ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് കൃത്യമായി എഴുതി വെച്ച് അതിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവണം. സോ ആക്ഷൻ പ്ലാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും നോക്കിയ രണ്ടുപേരും സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷേ വിജയിച്ച ആളുകൾ അതിന്മേൽ ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി എടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറായി. പരാജയപ്പെട്ടവർ ചിന്തിച്ച് വെറുതെ ഇരിക്കുകയും ചെയ്തു. നിങ്ങൾ അതുകൊണ്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ തയ്യാറാവണം. വെരി ഇമ്പോർട്ടന്റ്. കൃത്യമായി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്, അതിൽ കൃത്യമായി അതിനെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട്. 3, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഡിസ്ട്രാക്ഷൻ ആയിരിക്കില്ല താങ്കളുടെ ജീവിതത്തിലെ ഡിസ്ട്രാക്ഷൻ. ഇപ്പൊ എന്താണ് താങ്കളുടെ ജീവിതത്തിലുള്ള ഒരു 10 ഡിസ്ട്രാക്ഷൻസ്? അതൊരു പക്ഷേ നമ്മൾ മൊബൈലിൽ കുറെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഡിസ്ട്രാക്ഷൻ. അതല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരെ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ ലക്ഷ്യങ്ങളൊക്കെ മറന്ന് അവരോട് പോകണമായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് അൺപ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം നമ്മുടെ ഡിസ്ട്രാക്ഷൻ. അതെന്താണെന്ന് കണ്ടെത്തുക. നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ മനസ്സിനോ നിങ്ങളുടെ തലച്ചോറിനോ നിങ്ങളുടെ സോളിനോ ഉപയോഗപ്രദമല്ലാത്ത എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പൊ ആ ഡിസ്ട്രാക്ഷനെ കണ്ടെത്തി അതിനെ മാറ്റുക എന്നുള്ളതാണ് 3ാമതായി ചെയ്യേണ്ട കാര്യം. 4, ഡെവലപ്പ് ന്യൂ നോളജ് ആൻഡ് സ്കിൽസ്. കാരണം പുതിയ സ്വപ്നങ്ങളും പുതിയ ആഗ്രഹങ്ങളും നടപ്പിലാക്കണമെങ്കിൽ പഴയ നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല. നിങ്ങൾക്ക് ഓടേണ്ടത് ഒരു മാരത്തോൺ ആണ്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ ഓടാൻ കഴിയുന്നത് 100 മീറ്റർ ആണെങ്കിൽ എവിടെയാ മാറ്റം വരേണ്ടത്? നിങ്ങളുടെ ശരീരത്തിലാണ് മാറ്റം വരേണ്ടത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നം നടപ്പിലാക്കാൻ എന്തൊക്കെ അറിവുകൾ വേണമോ ആ അറിവുകൾ സമ്പാദിക്കാൻ തയ്യാറാവണം. എന്തൊക്കെ നൈപുണ്യങ്ങൾ, സ്കിൽസ് വേണമോ അത് തയ്യാറാക്കി എടുക്കണം. അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ പരിശീലനത്തിലൂടെ കടന്നു പോകണം. ഒരു മാഗ്നറ്റിക് ഗോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായി 5 ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു ഗോളിനെ മാഗ്നറ്റിക് ഗോളാക്കി മാറ്റാൻ ഉള്ളിൽ തട്ടി ആഗ്രഹമുണ്ടെങ്കിൽ, ഇത് എല്ലാവർക്കും ഉള്ളതല്ല, തന്റെ സ്വപ്നത്തെ കൃത്യമായി ഒരു ഗോൾ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾക്കുള്ളതാണ് ഈ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ സ്വപ്നത്തെ കൃത്യമായ ഒരു മാഗ്നറ്റിക് ഗോളാക്കി മാറ്റണമെങ്കിൽ പർച്ചേസ് ചെയ്യുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ശക്തമായ ഫോക്കസിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് കൂടിയായിരിക്കും ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനായി തയ്യാറാവുക, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് 5, നെറ്റ്വർക്ക് ആൻഡ് സീക്ക് മെന്റേഴ്സ്. നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യണം. നിങ്ങളുടെ പെർട്ടിക്കുലർ സ്വപ്നം നടപ്പിലാക്കാൻ ആ രംഗവുമായി ബന്ധപ്പെട്ട ആളുകളെ പരിചയപ്പെടണം. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക, ഇതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് ചെയ്യുന്ന 10 പേരുമായിട്ട് പരിചയം ഉണ്ടാക്കണം. അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അവരോട് ചോദിച്ച് പഠിക്കണം. ഇത് പഠിച്ചാൽ ആ നെറ്റ്വർക്കുകൾ നമുക്കൊരു പവർ തരും. ആ നെറ്റ്വർക്കുകൾ ഒരുപാട് ഇൻഫർമേഷൻ തരും. വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ മെന്റേഴ്സിനെ കണ്ടുപിടിക്കുക.
നമ്മൾ എത്ര മിടുക്കനാണെങ്കിലും നമ്മളെ പ്രവൃത്തി മേഖലയിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ ചെയ്യാനായി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള മെന്റേഴ്സിന് കഴിയും. അവരെ കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. 6 മെഷർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസിനെ മെഷർ ചെയ്യണം. അതായത് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എവിടെ എത്തി, 2 മാസം കഴിഞ്ഞപ്പോൾ എവിടെ എത്തി, എവിടെയായിരുന്നു എത്തേണ്ടത്, ഇതിനെ കൃത്യമായി പരിശോധിക്കുകയും അവിടെ വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് എത്രയും വേഗം ആ ഗോളിലേക്ക് മുന്നോട്ട് ഓടിയെത്തേണ്ടതും ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു വ്യക്തി സ്വപ്നം കാണുകയും അത് നേടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണങ്ങൾ. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൃത്യമായി ഒരു സയന്റിഫിക് വേയിലൂടെ കടന്നുപോയി ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച കോഴ്സാണ് മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. ഇപ്പോൾ തന്നെ ആ ഒരു വർക്ക്ഷോപ്പിൽ എൻറോൾ ചെയ്യുക. 5 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഫോക്കസ് കൂട്ടുന്ന, നിങ്ങളുടെ ജീവിതത്തിനെ പരിവർത്തനപ്പെടുത്തുന്ന ഈ വർക്ക്ഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.